നിങ്ങൾക്കത് ബഡ്ജറ്റ് അറിയാത്തതുകൊണ്ടാണ്. ഇവിടെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരാളാണ്. അപ്പോൾ ടാക്സുകൾ കുറയ്ക്കുന്നതും കൂട്ടുന്നതുമൊക്കെ അത് രഹസ്യമാണ്. ബഡ്ജറ്റ് രഹസ്യമാണ്. അത് പുറത്തു പറഞ്ഞാൽ ബഡ്ജറ്റ് ലീക്കാണ്. എനിക്ക് പറയാനുള്ളത് എല്ലാവരും തൂഫാൻ വാരിയേഴ്സായി മാറണം എന്നാണ്. കേരളത്തിലെ ജനങ്ങളും എല്ലാവരും അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. ഒരു കാരണവശാലും കേരളത്തിൽ ഇന്ന് മയക്കുമരുന്നിൻ്റെ സാന്നിധ്യം, ലഹരിയുടെ സാന്നിധ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ആഭ്യന്തര വകുപ്പ് ഈ പരിപാടിയായി മുന്നോട്ട് പോകുന്നത്. ഈ മാസം 26-ാം തീയതി ആൻറ്റി ഡ്രഗ്സ് ഡേ ആണ്. ലോകത്തെമ്പാടും മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ദിവസമായി അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്ന് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും MLA-മാർ, ജനപ്രതിനിധികൾ മുഴുവൻ പങ്കെടുക്കുന്ന ഓരോ പരിപാടികൾ ഉണ്ടായിരിക്കും. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും അന്ന് പ്രതിജ്ഞയെടുക്കും. ഞങ്ങൾ ആരും ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞയെടുക്കും. ഇതൊരു വൻപിച്ച സാമൂഹ്യ മുന്നേറ്റമായി മാറുകയാണ്. അതിനെല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്കത് ബഡ്ജറ്റ് അറിയാത്തതുകൊണ്ടാണ്. ബഡ്ജറ്റിലെ ടാക്സേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ആകെ അറിയുന്നത് ധനകാര്യമന്ത്രിക്കും അതോടൊപ്പം മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കുമാണ്. ഇവിടെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരാളാണ്. അപ്പോൾ ടാക്സുകൾ കുറയ്ക്കുന്നതും കൂട്ടുന്നതുമൊക്കെ അത് രഹസ്യമാണ്. ബഡ്ജറ്റ് രഹസ്യമാണ്. അത് പുറത്തു പറഞ്ഞാൽ ബഡ്ജറ്റ് ലീക്കാണ്. അപ്പോൾ അതുണ്ടാവാൻ പാടില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ ഇനിയും മാറ്റം വരുത്തണമെങ്കിൽ ചർച്ചകളുണ്ടല്ലോ. ചർച്ച ചെയ്ത് ബഡ്ജറ്റ് ചർച്ചാ വേളയിൽ ആളുകൾ ഉന്നയിക്കുന്നതനുസരിച്ച് ആ കാര്യത്തിൽ ഗവൺമെൻറ് തീരുമാനിക്കാവുന്നതാണ്. അങ്ങനെ നടത്താൻ കഴിയില്ല. കാരണം നയം വരാൻ പോകുന്നേ ഉള്ളൂ. ടാക്സേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കുക. ബഡ്ജറ്റ് രഹസ്യമാണ് ടാക്സ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യുന്നത്. അത് മറ്റാരെങ്കിലുമായിട്ട് പങ്കുവെച്ചാൽ ബഡ്ജറ്റ് ലീക്കാണ്. ബഡ്ജറ്റ് പുറത്തു വരികയാണ്. അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അതാണ് എൻ്റെ പ്രശ്നം. പിന്നീട് അതാണ് രീതി. അതാണ് അല്ല, ഞാൻ ഒരു മദ്യത്തിനും മാർക്കറ്റ് വരുന്നതിന് അനുകൂലമല്ല. അതല്ല വിഷയം. നിങ്ങൾ ചോദിച്ച ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇസ് എ സീക്രട്ട് ഡോക്യുമെന്റ്. അത് ആരും അറിയാൻ പാടില്ല. ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുമ്പോഴേ അറിയൂ. ഇനി ഈ നിർദ്ദേശങ്ങളെ പറ്റി ചർച്ചകൾ ചെയ്ത് ഗവൺമെന്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യുക. അതിനാണ് സഭയിൽ ചർച്ച വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.